ഹസ്തനപുരിയിലെ രാജാവും കുരുവംശത്തിന്റെ പിൻഗാമിയുമായ പരീക്ഷിത്ത് തന്റെ മഹത്തായ രാജ്യത്തിന്റെ മധ്യഭാഗത്ത് ഒരു ഉയരമുള്ള ഗോപുരത്തിൽ സ്വയം പൂട്ടിയിരിക്കുന്നു. അദ്ദേഹം തന്റെ ഭാര്യമാരിൽ നിന്നും മക്കളിൽ നിന്നും പ്രജകളിൽ നിന്നും സ്വയം ഒറ്റപ്പെട്ട് കഴിയുകയാണ്. അദ്ദേഹം ഭയന്ന് വിറയ്ക്കുകയായിരുന്നു. ഭക്ഷണം കഴിക്കാനോ ഉറങ്ങാനോ കഴിയാതെ അയാൾ രാവും പകലും മുറിക്കുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പരീക്ഷത്തിന്റെ ആത്മാവിനെ ശാന്തമാക്കുന്ന കഥകൾ പറയാൻ ബന്ധുക്കളെ അയച്ചു. പക്ഷേ ഒന്നിനും അദ്ദേഹത്തിന്റെ ഭയം ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല. കുരുക്ഷേത്രത്തിൽ കൗരവരെ തോൽപ്പിച്ച മഹാനായ അർജുനനായിരുന്നു നമ്മുടെ രാജാവിന്റെ പിതാമഹനെന്ന് ദേശവാസികൾ തെരുവുകളിൽ മന്ത്രിച്ചു. ഏറ്റവും സങ്കീർണമായ യുദ്ധരൂപമായ ചക്രവ്യൂഹത്തെ ഒറ്റയ്ക്ക് തകർത്ത അഭിമന്യുവായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ്. ഇത്രയും മഹത്തായ ഒരു വംശമുള്ളതിനാൽ അദ്ദേഹം ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. എന്നിട്ടും അദ്ദേഹം തന്റെ ഗോപുരത്തിൽ പതിയിരിക്കുകയാണ്. രാജാവ് ഒടുവിൽ വെളിപ്പെടുത്തി, പാമ്പുകടി കൊണ്ട് 7 ദിവസത്തിനുള്ളിൽ മരിക്കുമെന്ന് ഞാൻ ശപിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു നാഗത്തെയും എൻ്റെ അടുത്തു വരാൻ അനുവദിക്കരുത്. ഗോപുരത്തിൻ്റെ എല്ലാ വാതിലുകളിലും എല്ലാ ജനലുകളിലും ഭടന്മാർ കാവൽ നിന്നു. രാജാവിൻ്റെ ദിശയിലേക്കൊന്ന് തിരിയാൻ പോലും ധൈര്യപ്പെടുന്ന ഏതൊരു സർപ്പത്തെയും കൊല്ലാൻ തയ്യാറായി ഭടന്മാർ കാവൽ നിന്നു. ഗോപുരത്തിലേക്ക് കൊണ്ടുപോകുന്ന ഓരോ സാധനങ്ങളും ഭടന്മാർ പരിശോധിച്ചു. അങ്ങനെ 6 രാത്രികൾ കടന്നുപോയി. 7-ാം നാൾ രാജാവിന് അതിയായ വിശപ്പ് തോന്നി. അദ്ദേഹം ഒരു പഴമെടുത്ത് കഴിച്ചു. പെട്ടെന്ന് പഴത്തിൻ്റെ ഉള്ളിൽ ഒളിച്ചിരുന്ന ഒരു പുഴു പുറത്തേക്ക് ചാടുകയും അത് ഭയാനകമായ ഒരു സർപ്പമായി രൂപാന്തരപ്പെടുകയും ചെയ്തു. അത് തക്ഷകനായിരുന്നു. തക്ഷകൻ മുന്നോട്ട് കുതിച്ചു. തൻ്റെ ഭീകരമായ പല്ലുകൾ പരീക്ഷത്തിൻ്റെ മാംസത്തിലേക്ക് ആഴ്ത്തി. വിഷം അതിവേഗം പടർന്നു. പരീക്ഷിത്ത് വേദനയോടെ ഉറക്കെ നിലവിളിച്ചു. കാവൽക്കാരിൽ ആരെങ്കിലും സഹായിക്കാൻ എത്തുന്നതിന് മുൻപ് പരീക്ഷിത്ത് മരിച്ചു. തക്ഷകൻ അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്തു. പരീക്ഷത്തിന്റെ മകൻ ജനമേജയൻ കോപാകുലനായി. നിരപരാധിയായ എൻ്റെ പിതാവിനെ കൊന്നതിന് ഞാൻ പ്രതികാരം ചെയ്യുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. എല്ലാ സർപ്പങ്ങളെയും നശിപ്പിക്കുവാൻ തക്ക ശക്തിയുള്ള സർപ്പസത്രം എന്ന യാഗം നടത്താൻ അദ്ദേഹം ഉത്തരവിട്ടു. താമസിയാതെ ഹസ്തിനപുരിയുടെ മധ്യഭാഗത്ത് തീ ആളിപ്പടരുകയും കറുത്ത പുകപടലം ആകാശത്തേക്ക് ഉയരുകയും ചെയ്തു. യാഗപീഠത്തിന് ചുറ്റും 100 കണക്കിന് പുരോഹിതന്മാർ തീ ആളിക്കത്തിക്കുവാൻ നെയ് പകർന്നുകൊണ്ടിരുന്നു. അവർ വിചിത്രമായ മാന്ത്രിക സ്തുതികൾ ആലപിക്കുകയും നാഗങ്ങളെ അവരുടെ ഭൂഗർഭ ഭവനങ്ങളിൽ നിന്ന് അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയുന്ന അദൃശ്യ ശക്തികളെ ആവാഹിക്കുകയും ചെയ്തു. സർപ്പങ്ങളുടെ കൂട്ടം യാഗശാലയിലെ ഹോമകുണ്ഡത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത് ഹസ്തിനപുരി കണ്ടു. പാമ്പുകളെ ജീവനോടെ ചുട്ടുകൊല്ലുന്നതിൻ്റെ ഹൃദയഭേദകമായ നിലവിളികൾ വായുവിൽ നിറഞ്ഞു. ഹസ്തിനപുരിയിൽ നാഗങ്ങളെ പച്ചയ്ക്ക് തീയിട്ട് കൊന്നുകൊണ്ടിരുന്നു. ഇത് കണ്ടുനിന്നൊരു യുവാവ് ആക്രോശിച്ചു, രാജാവേ, നിർത്തൂ, ഇത് അധർമ്മമാണ്. പരീക്ഷത്തിന്റെ പുത്രനായ ജനമേജയൻ ചോദിച്ചു, എനിക്കെതിരെ അധർമ്മം ആരോപിക്കാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു? ആ യുവാവ് പറഞ്ഞു, ഞാൻ അസ്തികയാണ്, നാഗരാജാവായ വാസുകിയുടെ അനന്തരവൻ. താങ്കളുടെ അച്ഛൻ പരീക്ഷിത്ത് വേട്ടയ്ക്ക് പോയപ്പോൾ കടുത്ത ദാഹം അനുഭവപ്പെട്ടു. ഒരു ആൽമരത്തിന്റെ ചുവട്ടിലിരിക്കുന്ന ഒരു മുനിയെ കണ്ട അദ്ദേഹം മുനിയോട് കുറച്ച് വെള്ളം ചോദിച്ചു. എന്നാൽ മുനി ധ്യാനത്തിൽ മുഴുകിയിരിക്കാൻ അതിനോട് പ്രതികരിച്ചില്ല. അസ്വസ്ഥനായ പരീക്ഷിത്ത് ചത്ത ഒരു പാമ്പിനെ എടുത്ത് മുനിയുടെ കഴുത്തിൽ വെച്ചു. എന്നാൽ ദൂരെ നിന്ന് ഇത് കണ്ട മുനിയുടെ ശിഷ്യന് ഗുരുവിനെ ഇങ്ങനെ അപമാനിക്കുന്നത് സഹിച്ചില്ല. പാമ്പുകടിയേറ്റ് 7 ദിവസത്തിനകം മരിക്കുമെന്ന് പരീക്ഷത്തിനെ അയാൾ ശപിച്ചു. ഇപ്രകാരമാണ് താങ്കളുടെ പിതാവ് സ്വയം മരണത്തെ വരുത്തിവെച്ചത്.